മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിൻ്റെ ആഘോഷം ഇതുവരെയും തീർന്നിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് തുടങ്ങിയത്. ആ സെറ്റിലെത്തിയപ്പോഴും മോഹൻലാലിന് വേണ്ടി മോഹൻലാലിൻ്റെ പ്രിയ സുഹൃത്തും ദൃശ്യം 3യിലെ സംവിധായകനുമായ ജിത്തു ജോസഫ് വലിയ ഒരു സർപ്രൈസ് ഒരുക്കിയിരുന്നു. അവിടെ മോഹൻലാലിനെയും കാത്ത് വലിയ രീതിയിലൊരു സർപ്രൈസ് തന്നെയാണ് ഒരുങ്ങിയിരുന്നത്. മോഹൻലാൽ അറിഞ്ഞിരുന്നില്ല. അതോടൊപ്പം അവിടെ എത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി മോഹൻലാൽ. ഇന്നലെ ഒരു ദിവസം തന്നെ നിരവധി മാധ്യമങ്ങളെ കണ്ട എല്ലാവരോടും നന്ദി പറയുകയുണ്ടായി മോഹൻലാൽ. അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഓരോ വാർത്തയായി ഏറ്റെടുക്കുന്നത്. മോഹൻലാൽ പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം അവാർഡ് വാങ്ങാൻ പോയപ്പോൾ മമ്മൂക്ക വിളിച്ചിരുന്നുവെന്ന്. എൻ്റെ അവാർഡ് ഇച്ചാക്കയ്ക്കുമുള്ളതാണ്, എൻ്റെ അവാർഡ് മലയാള സിനിമയ്ക്കുമുള്ളതാണ്. ഇങ്ങനെയാണ് നടൻ മോഹൻലാൽ പറഞ്ഞത്. അത്രമാത്രം സ്നേഹമാണ് നടൻ മോഹൻലാലിന് മമ്മൂട്ടിയോട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടൻ മോഹൻലാലിന് എന്തൊക്കെ സംഭവിച്ചാലും അദ്ദേഹം മമ്മൂട്ടിയോടുള്ള സ്നേഹം ഇങ്ങനെ പ്രവൃത്തിയിൽ കാണിച്ചുകൊണ്ടേയിരിക്കും. അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ കേക്ക് മുറിക്കുന്ന സമയം എൻ്റെ വിജയം എൻ്റെ ഇച്ചാക്കയുടേതും കൂടെയാണ് എന്ന് ഇപ്പോൾ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. അത് പറയുന്ന സമയം ചെറുതായി ഒന്ന് കണ്ണുകൾ നനയുന്നുണ്ട്. മമ്മൂട്ടി ഇപ്പോൾ ആരോഗ്യസമ്പന്നനായി തന്നെ കഴിയുകയാണ് എന്ന് പറയാം. ഏതു നേരവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ അവിടെ ഒരുപാട് പേരുണ്ട്. മോഹൻലാലും അതിലൊരാൾ തന്നെയാണെന്ന് പറയാം. മമ്മൂട്ടിക്ക് അസുഖമാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ മോഹൻലാൽ ഇടയ്ക്കിടയ്ക്ക് മമ്മൂട്ടിയുടെ ചെന്നൈയിലെ വീട്ടിലേക്ക് പോകാറുണ്ട്. കൊച്ചിയിലെ സ്വന്തം അമ്മയെ പോയി കാണുന്നത് പോലെ തന്നെയാണ് ആ ഒരു പോക്കിൽ മമ്മൂട്ടിയും കൂടി മോഹൻലാൽ കാണാൻ പോകുന്നത്. അത്രമാത്രം സ്നേഹമാണ് ഇച്ചാക്ക എന്ന് പറഞ്ഞാൽ മോഹൻലാലിന് വെറുതെ അല്ല അത്രയും മാത്രം സ്നേഹം. വർഷങ്ങളോളം തന്നെ സ്വന്തം സഹോദരനെ പോലെ കണ്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖമെന്ന് പറഞ്ഞപ്പോൾ അത് മോഹൻലാലിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. കഴിഞ്ഞ 1-2 വർഷമായി മോഹൻലാലിൻ്റെ അമ്മ ഇപ്പോഴും കിടപ്പ് രോഗിയായി കഴിയുകയാണ്. അതിന് തൊട്ട് പിന്നാലെ മമ്മൂട്ടിയുടെ വാർത്ത കൂടി കേട്ടപ്പോൾ ഒട്ടും താങ്ങാനായില്ല ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിന്. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഇത്തരത്തിലൊരു വാക്ക് ഏറ്റെടുത്തത് പറഞ്ഞതും. എൻ്റെ വിജയം എൻ്റെ ഇച്ചാക്കയുടേതും കൂടെയാണ്. അദ്ദേഹം വിളിച്ചിരുന്നു. എനിക്ക് ആശംസകൾ അറിയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വിജയം കൂടിയാണല്ലോ ഇത് മലയാള സിനിമയുടെ വിജയമാണെന്ന് കൂടി മോഹൻലാൽ പറയുന്നുണ്ട്. അതെ, അത് സത്യമാണ് എന്ന് മമ്മൂട്ടി ആരാധകർ പോലും പറയുന്നു. കഴിഞ്ഞ ദിവസം മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങിച്ചപ്പോൾ മമ്മൂട്ടി ആരാധകർ പോലും ഫാൻസിൽ മറന്ന് അദ്ദേഹത്തിന് വേണ്ടി കൈയടിച്ചിരുന്നു. അതെല്ലാം തന്നെ ഇനി കേരളത്തിൽ മാത്രമേ നടക്കൂ. വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളികളുടെ ഇടയിലേക്ക് ഒരു ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നടന്നു വരുന്നത്. അത് മലയാളികൾക്ക് അഭിമാന നിമിഷം തന്നെയെന്ന് പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.